ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവലോളജി. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ. ലാസ്റ്റ് നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ നാട്ടിൽ പോണ വീഡിയോ ആണ്. അതിന് ശേഷം ഒരു വീഡിയോ വന്നില്ല, നാട്ടിൽ നിന്ന് ഒരു വീഡിയോ വന്നില്ല. എനിവേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു. ട്രാവലോളജിയിൽ മറ്റൊരു വീഡിയോയിലേക്ക് പോകണം. അപ്പോൾ എന്ത് പറയാനാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, നമുക്ക് ഒരു സൺഡേ എങ്ങനെയാണ് നമുക്ക് ചിലവാക്കുന്നത് ദുബായിൽ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അഭിജിത്തിനെ മിസ് ചെയ്യാനുണ്ട്. അഭിജിത്ത് നാട്ടിലാണ്. സോ അടുത്തൊരു നല്ല വീഡിയോ ഉടനെ തന്നെ അഭിജിത്തുമായിട്ട് മിങ്കിൾ ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് ഞാനിന്ന് രാവിലെ തൊട്ട് ഈവനിങ് വരെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ കാണിച്ചു. രാവിലെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അടുത്ത റൂമിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റാണ്, കിങ് ഷെഫ് എന്നുള്ള റെസ്റ്റോറൻ്റാണ്. ഇവിടെ പോയി നമുക്ക് എന്തെങ്കിലും കഴിക്കാം ലൈറ്റായിട്ട്. അങ്ങനെ ചുറിയുമ്പത്തി തലയിൽ കൈയും വെച്ചുകൊണ്ട് ഇരുന്നപ്പോൾ 2 മിനിറ്റായപ്പോൾ നമ്മൾ ചേട്ടൻ്റെ അപ്പടയും ദോശയും കൊണ്ട് നമ്മൾ ഓർഡർ ചെയ്ത മസാല ദോശയും കൊണ്ടുവന്ന് ഒറ്റ ഇരുപ്പിലാണ് പട്ടകയിൽ നമ്മൾ കഴിച്ച് തീർന്നിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങ് ദൂരെ കാണുന്ന മെട്രോ സ്റ്റേഷനെ ഉന്നം വെച്ചിട്ട് പിടിച്ചു വെച്ച് നടക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ആങ്ങി പിടിച്ചൊരു 10 മിനിറ്റ് നടത്തുന്ന ശേഷം നമ്മൾ റൂമിൻ്റെ അടുത്തുള്ള അൽനാദ മെട്രോ സ്റ്റേഷനിലെത്തി. നമുക്ക് ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണം എന്ന് അകത്ത് കയറി നോക്കാം. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സെക്കൻഡ് നമ്മൾ അൽഗുബേബ മെട്രോ സ്റ്റേഷനിലാണ് പോകുന്നത്. അൽഗുബേബ എന്ന് പറഞ്ഞ സ്ഥലമാണ് ദുബായ്. അവിടെയാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് അവിടെയാണ് പോകുന്നത്. ഒരു 15 മിനിറ്റ് യാത്ര ആയ ശേഷം നമ്മൾ അൽഗുബേബ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. മെട്രോയെ നമ്മൾ യാത്ര ആക്കിയിട്ട് അങ്ങനെ ഞാൻ അൽഗുബേബ മെട്രോ സ്റ്റേഷനിലെ പുറത്തിറങ്ങിയിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നതാണ് നമ്മൾ ആദ്യം എവിടെ പോകുന്നത് വെച്ചാൽ ദുബായിൽ സ്പാഷോ എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഡ്രോൺ വാങ്ങാനാണ്. അപ്പോൾ ഡ്രോൺ അൺബോക്സിങ് വീഡിയോയും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പറഞ്ഞ ലൊക്കേഷനിലാണ് വന്നത്, പക്ഷേ അവൻ്റെ സമയദോഷം കൊണ്ട് ഇന്ന് കടടച്ചേക്കുക. വേറൊരു യൂട്യൂബർ ഇങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ദുബായിലുള്ള ഓരോ കടയിൽ കൂടി ഇങ്ങനെ കയറി ഇറങ്ങി പോസ്റ്റർ നിൽക്കുമ്പോഴാണ് ഇതാ ഈ ഫോൺ വിളിക്കുന്ന പുള്ളിക്കാരന് കുറേ സാധനങ്ങൾ വാങ്ങുമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് തപ്പി നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. ഗിഫ്റ്റ് അവർ എന്ന് പറഞ്ഞാൽ 1 to 10 ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ഏതെടുത്താലും 10 രൂപ അങ്ങനെ പറയുന്നവരാണ്. 10 രൂപയ്ക്കുള്ള കുറേ സാധനങ്ങൾ എടുത്ത് പർച്ചേസ് കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പം പുള്ളി നമ്മൾ ഫോൺ വിളിച്ചു. ഞങ്ങളിപ്പോൾ ആ കട തുറന്നിട്ടുണ്ട് ഗൈസ്. പുള്ളി അടച്ചു പോയതാണ്, വിളിച്ചു വരുത്തി കട തുറപ്പിച്ചിട്ടുണ്ട്. 2 മിനിറ്റിന് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായി. നമ്മൾ പോവാം. ഓക്കെ, നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പുള്ളി നമ്മളെ കാത്തു നിൽക്കുന്ന പോലെയാണ് പുറത്ത് അങ്ങനെ കാത്തുന്നത്. പുള്ളി കാണുന്നതല്ല കേട്ടോ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് ഒരു എൻക്വയറിയാണ്. ഞാൻ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഒരു GoPro Black 12 വാങ്ങാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നത് അടുത്ത് ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ നമ്മൾ എന്താണ് നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങാൻ വന്നതെന്നുള്ളത്. നമ്മൾ വാങ്ങുന്നത് DJI Mini 3ൻ്റെ ഒരു ഡ്രോണാണ് വാങ്ങുന്നത്, പ്ലസ് ഫ്ലൈമോർ കോംബോ, അത് ബാക്ക് കിറ്റ്. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ് വീഡിയോ പുള്ളിയുടെ ചാനലിലുണ്ടാവും. ഞാൻ ചാനലിൻ്റെ നെയിം ഇവിടെ മെൻഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തന്നെ പെട്ടെന്നൊരു പ്ലാനായിരുന്നു. ഫ്ലൈമോർ കിറ്റ് വേണം. ഓരോ സമയം ഓരോ പ്ലാനാണ്. ഇപ്പം പറയാൻ പറഞ്ഞെങ്കിൽ നോക്കാം എന്താണ്. ഫൈനലി നമ്മളെ ഇഷ്ടപ്പെട്ട ആഗ്രഹം സ്റ്റാച്യു ഓഫ് യൂണിറ്റിന് അതിന് വേണ്ടി ഇതൊരു DJI Mini 3 Pro വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ സോ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അതൊരു കോംബോ പാക്കറ്റും പിന്നെ ക്യാമറയും. ഇതാണ് ഇതെല്ലാം നമ്മളെ ഇതാണ് ഗൈസ് ഇപ്പുവിൻ്റെ എല്ലാം പൊട്ടിച്ചു കൊടുക്കാം. നമുക്ക് എല്ലാം പൊട്ടിച്ചു കൊടുക്കാം. നീ അവിടെ നിന്ന് ഒരു അൺബോക്സിങ് ചെയ്യണ്ട, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വെൽ പാക്കിംഗ് ഒക്കെ open on. Oh. Okay.
നമ്മൾ കഴിഞ്ഞിട്ട് മതി ഗൈസ് അമ്മപ്പിക്കുന്നത്. സോ അടുത്തത് ഇതിന്റെ ഫ്ലൈമോർ കിറ്റ്, ഒരു ബാഗ് ഉണ്ട്. ബാഗിൽ ഫുൾ ഐറ്റംസ് എന്തൊക്കെയുണ്ടെന്ന് അറിയാം. എന്തൊക്കെയുണ്ട് ബാറ്ററി 2 ചാർജറും ബാഗില് എക്സ്ട്രാ പ്രൊപ്പലർ ഉണ്ട്, ചാർജർ ഉണ്ട്, ഫുൾ സെറ്റ്. 2 ബാറ്ററി വരും. കോംബോ കിറ്റില് 2 ബാറ്ററി വരും. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു ബാറ്ററി ഉണ്ടാവും. 3 ബാറ്ററി. ഇതിന്റെ ഉള്ളില് ആക്സസറീസ് കണ്ടില്ലേ? എക്സ്ട്രാ പ്രൊപ്പല്ലർ വരും. എക്സ്ട്രാ 2 പ്രൊപ്പലർ ഉണ്ട്, ചാർജിങ് കേബിളുണ്ട്. പിന്നെ വലിയൊരു ബാഗ് ഓൺ ചെയ്തായിരുന്നോ ചാർജർ? ചാർജ് ചെയ്യും. സ്റ്റോക്ക് ഉണ്ട്, ഹോൾസെയിൽ ആയിട്ട് പ്രൈസ് തരും. ആരെങ്കിലും കോൺടാക്ട് ചെയ്തോ. 14 ഉണ്ട്, 14 Pro Max ഉണ്ട്, ആൻഡ്രോയിഡ് ഫോൺസ് ഉണ്ട്, സാംസങ് ഉണ്ട്, OnePlus ഉണ്ട്. പിന്നെ DJയുടെ ഡ്രോൺ ഐറ്റംസ് ഉണ്ട്, ടിമ്പർ ഐറ്റംസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. DJ മൈക്ക് ഉണ്ട്, DJ ടിമ്പർ ഉണ്ട്, ക്യാമറ റിലേറ്റഡ് എല്ലാ ഐറ്റംസും. ലെൻസ്, Travelology, GoPro, ആക്ഷൻ ക്യാമറ, സിഗ്മ, സോണി, ഫോട്ടോഗ്രാഫി റിലേറ്റഡ് എന്ത് ഐറ്റംസ് ഉണ്ടെങ്കിലും ഇത് നമ്മൾ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ സിദ്ധു വ്ളോഗേഴ്സ് എന്നുള്ള നമ്മുടെ ഫ്രണ്ടിൻ്റെ വ്ളോഗ് യൂസബിളിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രോണിൻ്റെ അൺബോക്സിങ് വീഡിയോ കണ്ടല്ലോ. സോ അതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് നമുക്ക് എല്ലാം കൈയാക്കിറ്റിൽ വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ദുബായ് RTIയുടെ തന്നെ ഒരു സംഭവമാണ് അബ്ര എന്ന് പറഞ്ഞത്. അത് 1 ദിർഹംസിന് നമുക്ക് ബോട്ട് സർവീസാണ്, ചെറിയ സർവീസ്. ഒരു കാര്യമായിരുന്നു മറ്റൊരു കാര്യം. എൻ്റെ ഒരു ഞാൻ ദുബായ് വന്ന ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ സെക്കൻഡ് വീഡിയോ നമ്മളിത് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എൻ്റെ കൂടെ വന്നില്ലേ നിതീഷ് എന്ന പുള്ളിയായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ട്രിപ്പ് പോകാൻ ഈ കാര്യം അക്കാര്യയിലുണ്ട്. അങ്ങനെ അബ്രയിൽ വന്ന് പുറത്ത് നമ്മൾ ഇറങ്ങി ചൂടത്ത് നമ്മുടെ പാവം നിതീഷായിട്ട് ഇരിക്കുന്നുണ്ടോ. അവനുള്ള ആ ഡ്രോണും വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് ഒരു സിറ്റി സെൻ്ററാണ്, അടുത്തുള്ള സിറ്റി സെൻ്ററിൽ ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ്. ആരും ടേബിളിൽ ഒന്നുമില്ല ഫുഡ്, പക്ഷേ ഇവിടെ ഭയങ്കര ഇതാണ്, ആരും കഴിച്ച് പോവുകയില്ല. നമ്മളാണെങ്കിലോ ഒരു ടേബിൾ കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് ഫുഡ് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ആയിരിക്കണം. കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന അബ്രയാണ്. ആ അബ്രയിൽ നമ്മൾ തിരിച്ച് വീണ്ടും അങ്ങോട്ടൊരു യാത്രയാണ്, അക്കരയിലോട്ടൊരു യാത്രയാണ്. കുറേ ഷോപ്പിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല പുള്ളിക്ക് നാട്ടിൽ പുറത്ത് വിടാൻ വേണ്ടി കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വാങ്ങിച്ചിട്ട് തിരിച്ച് ഈവനിങ് നമ്മൾ ഉച്ച സമയത്ത് വന്നിട്ട് ഈവനിങ് സമയത്ത് അങ്ങോട്ടൊരു അടിപൊളി സൺസെറ്റ് പോലത്തെ, സൺസെറ്റല്ല എങ്കിലും ഒരു നല്ല അടിപൊളി വ്യൂസൊക്കെ കണ്ടിട്ട് ട്രെയിനിന് നമ്മൾ വന്ന മെട്രോ, അങ്ങോട്ട് പോയ മെട്രോ, അതേപോലത്തെ മെട്രോയിൽ തിരിച്ച് വന്ന് നമ്മൾ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. എക്സിറ്റ് അടിച്ചിട്ടില്ല, നമ്മൾ ഇറങ്ങി നമ്മുടെ സ്റ്റേഷനിൽ 4ാമത്തെ സ്റ്റേഷനിൽ നിൽപ്പുണ്ട്. സൺഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ പേരെ കണ്ടു, കുറേ സ്ഥലങ്ങൾ കണ്ടു. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും വേറെ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നതായിരിക്കും. ട്രാവലോളജി സൈനിങ് ഓഫ്. ബൈ ബൈ.